ന്യൂസ് മലയാളത്തിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദിവ്യപ്രഭയാണ്. വെൽക്കം. താങ്ക് യു. ഇപ്പൊ തിരിച്ചെത്തിയിട്ടുള്ളൂ കാനിന്ന്. ഇറ്റലിയിൽ നിന്നാണ് അല്ലേ? അതിനുശേഷം പിന്നെ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു ആദരവൊക്കെ ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഓക്കെ. എന്ന് വെച്ചാൽ നമ്മള് ഇവിടുന്നാണല്ലോ പോയത്, നമ്മളുടെ ഒരു ഹോം ലാൻഡ് എന്നൊക്കെ പറയുന്ന സ്ഥലമാണല്ലോ. അപ്പം തിരിച്ചു വന്നിട്ടുള്ള ആ ഒരു സ്വീകരണം എന്ന് പറയുന്നത് എനിക്കതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടും ശരിക്കും അതൊരു എന്താ പറയാ, ഒരു അത് ശരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു സ്വീകരിക്കപ്പെടുവാണല്ലോ, അല്ലെങ്കിൽ ആദരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇവിടെ അങ്ങനെ ഒരു ഇതിന്റെ ഭാഗമാകുന്നത് ഫംഗ്ഷന്റെ. അപ്പൊ അത് നല്ല അനുഭവമായിരുന്നു. 30 വർഷത്തിന് ശേഷമാണ് കാനിലൊരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ പോകുന്നത്. അതിന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം കിട്ടുന്നു. അങ്ങനെ ഒരു ചരിത്ര വിജയത്തിന്റെ ഭയങ്കര ഒരു ഭാഗമാവാൻ സാധിക്കുന്നു. സോ ടോട്ടലി എന്താണ് ഒരു എനിക്കിങ്ങനെ ഒരു പ്രോസസ് ചെയ്യാൻ പറ്റില്ല ഇതുവരെ. ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു ഇറ്റലിയിൽ പോവാന്ന് പറഞ്ഞത്. അപ്പം ക്യാൻ വന്നു, ന്യൂസ് വരുന്നു, കോമ്പറ്റീഷനിലാണെന്ന് അറിയുന്നു, അത് കഴിഞ്ഞ് അവിടെ ചെല്ലുന്നു, ഗ്രാൻഡ് പ്രീ കിട്ടുന്നു, അത് കഴിഞ്ഞ് നമ്മളതെല്ലാം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും അതിന് മുമ്പ് അത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇറ്റലിയിൽ ഒരു ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ട് അവിടെ ഒരു 10 days സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് 10th എത്തിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ CMന്റെ ഫംഗ്ഷൻ, അത് കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ആയിട്ട് അപ്പൊ ഇതൊന്നും ഒന്ന് ഇരുന്ന് പ്രോസസ് ചെയ്യണം എന്നുള്ളൊരു സമയം ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഉറപ്പായിട്ടും ഇവിടുന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഭയങ്കരമാണ്. അപ്പൊ ഇത് എത്രത്തോളം ബിഗ് ആണ് എന്നുള്ളത് എനിക്ക് പതുക്കെ ഞാൻ റിയലൈസ് ചെയ്യുവാണ്. ഇപ്പോ കാനിൽ നിങ്ങൾ ഡാൻസ് കളിച്ചത് ഭയങ്കരമായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആഘോഷമായിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു സ്വീകാര്യത കിട്ടിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് സ്വീകാര്യത എന്നൊക്കെ പറയാൻ ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എൻ്റെ അടുത്ത് എൻ്റെ അമ്മയും ചേച്ചി ചോദിച്ചു, നിനക്ക് എന്നാൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ പഠിച്ചിട്ട് പോയിക്കൂടായിരുന്നില്ലേ, നീ ഈ റൂമിൽ കിടന്ന് തുള്ളുന്ന പോലെ അവിടെ പോയി എന്തിനാ തുള്ളു. പക്ഷെ ഇതൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. നമുക്ക് ഓൾറെഡി നമ്മുടെ എല്ലാ സിനിമയ്ക്കും ഒരു പാട്ട് ചൂസ് ചെയ്യാം ഫിലിം മേക്കറിന്. അപ്പൊ പായലിന്റെ അടുത്ത് ഒരു സോങ് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പം നമ്മൾ ഓൾറെഡി എൻ്റെ ക്യാരക്ടറും ഛായാജി ചെയ്ത ക്യാരക്ടറും ഒരു പാട്ട് വെച്ചിട്ട് സിനിമയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ എന്നാൽ നമുക്ക് ആ പാട്ട് ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പായൽ അത് കൊടുത്തു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവര് ഒരു ഇന്ത്യൻ ബോളിവുഡ് സോങ്സ് പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പതുക്കെ അത് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് റെഡ് കാർപ്പറ്റും അവിടെ അതൊന്നും എനിക്ക് പൊതുവേ ആ ഒരു ഇതുണ്ട്. പെട്ടെന്ന് പാട്ട് കേൾക്കുമ്പം തന്നെ അപ്പൊ ഒന്നും നോക്കിയില്ല, ഒരു ഭയങ്കര ഒരു ഹൈയിലായിരുന്നു എല്ലാവരും. പിന്നെ നമ്മൾ ടീമും എല്ലാവരും കുറച്ച് സമയം കിട്ടുമ്പം പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ഇക്വേഷൻ ഉള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ പിന്നെ എല്ലാവരും അതിനോടൊപ്പം തന്നെ പോയി. ദിവ്യ ചെയ്ത ക്യാരക്ടർ ആക്ച്വലി ആദ്യം ദിവ്യ ചെയ്യാൻ വിചാരിച്ചിരുന്ന ക്യാരക്ടർ കനി ഇപ്പൊ ചെയ്തിട്ടുള്ള പ്രഭ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതിനുശേഷമാണ് അനു എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത്. സോ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു പ്രോസസ് ചെയ്തത്? ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യം ഓഡിഷൻ ചെയ്തത്. കാരണം പായല് അറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ് എന്നെ പ്രഭ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ ചെയ്യാൻ വിളിക്കുന്നത്. അപ്പം പ്രഭയ്ക്ക് എവിടെയോ, ഇത് ഞാൻ പേഴ്സണലി പറയുവാണ്, പ്രഭയ്ക്ക് എവിടെയോ രശ്മിയുടെ ഷെയ്ഡുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും തോന്നുന്നു, എനിക്കറിയില്ല. അത് 2 സിനിമകളും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ, അറിയിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓഡീഷന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ അപ്പം അത് സ്ക്രിപ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അത് വായിച്ചപ്പോൾ തന്നെ ശരിക്കും ഞാൻ മൂഡായി. അത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അങ്ങനെ ഞാൻ പ്രഭയുടെ ഓഡിഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 2 റൗണ്ട് പ്രഭയ്ക്ക് കൊടുത്തു. അപ്പം ആദ്യത്തെ റൗണ്ട് ഇഷ്ടപ്പെട്ടു പ്രഭ ചെയ്തത്, 2ാമത്തെ റൗണ്ടും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ബോംബെ ചെന്ന് പായലിനെ മീറ്റ് ചെയ്യാണ്. അപ്പം എന്നെ പിക്ക് ചെയ്യാനൊക്കെ വന്നു റെയിൽവേ സ്റ്റേഷനിൽ. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് 2nd റൗണ്ട് പ്രഭ കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാൽ പിന്നെ നമുക്ക് അനുവിൻ്റെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഇൻവോൾവ് ആണ്, മാക്സിമം പ്രഭയിൽ ഇൻവോൾവ് ആണ്. അത് കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അനു എന്ന് പറയുന്നത് ഭയങ്കര യങ്ങർ നേഴ്സാണ്, വേറെ തന്നെ ഒരു എനർജിയാണ്, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ പായലോട് പറഞ്ഞു എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ വേറെ റൗണ്ട് തരാം, അല്ല ഇപ്പൊ ചുമ്മാ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ഒരു 10-15 മിനിറ്റ് ഒക്കെ ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഒരു പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. അതിനകത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ പറഞ്ഞത് കൊണ്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട്
കോള് വരുന്നത്, ദിവ്യ നമുക്ക് അനു ഒന്നും കൂടെ ചെയ്യാൻ തോന്നുന്നുണ്ട്, നമുക്ക് ദിവ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഒരു 3-4 റൗണ്ട് അനു ചെയ്തു. അങ്ങനെയാണ് ഇത് സെലക്ട് ആവുന്നത്. ഞാൻ പിന്നീട് ചോദിച്ചിട്ടുണ്ട് പായലിന്റെ അടുത്ത്, എങ്ങനെയാ അങ്ങനെ ഒരു പെട്ടെന്ന് ഫ്ലിപ്പായത് പ്രഭ. അപ്പൊ പറഞ്ഞു, ദിവ്യനെ ഞാൻ പ്രഭ എന്ന് ഞാൻ അറിയിപ്പ് കണ്ടിട്ട് ഫിക്സ് ചെയ്തു. പക്ഷെ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ദിവ്യ ഞങ്ങളിങ്ങനെ നോക്കി, ഞങ്ങളുടെ അസോസിയേറ്റ് റോബിൻ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓക്കെ ദിവ്യ ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി ഇങ്ങനെ നോക്കി നിന്നപ്പോ ഇത് അനു അല്ലേ വരുന്നത്, കൊച്ചു കുട്ടിയെ പോലെ തോന്നി എന്നൊക്കെയാണ് പായൽ പറഞ്ഞത്. അപ്പം പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എനർജി വെച്ചിട്ടും പായൽ വെച്ച് ഇവർക്ക് ഇത് മാത്രമല്ല, ഇതും ചെയ്യാൻ പറ്റും, ദിവ്യക്ക് ഇതും കൂടെ ട്രൈ ചെയ്യാൻ തോന്നി. പിന്നെ അന്ന് ഞാൻ പായലിനോടും പറഞ്ഞിരുന്നു, ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചെയ്യാൻ ഇഷ്ടം. നമ്മൾ കാഷ്വലി സംസാരിച്ചപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊരു തരം എനർജി ഒക്കെ ഉള്ള ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പായലിനും തോന്നി. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അനു ദിവ്യനേക്കാളും ഭയങ്കര പ്രായം കുറഞ്ഞിട്ടുള്ള ക്യാരക്ടറാന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോൾ ആ ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ആ ഒരു കുറച്ചുകൂടി ബബിളി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ജീവിതത്തിൽ ചില സമയത്ത് തോന്നും 10-60 വയസ്സായി, ചിലപ്പോ തോന്നും ഭയങ്കര കുട്ടി. അങ്ങനെ ഒരു നമ്മൾ അത് പലതിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ആരും ഉണ്ടായില്ലെങ്കിൽ എനിക്ക് തോന്നും ചിലപ്പോ വയസ്സായോ, റിട്ടയർമെന്റ് ആണോ എന്നൊക്കെ തോന്നും. ഫ്രണ്ട്സുമായിട്ടും നമ്മുടെ കസിൻസുമായിട്ടൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ അതുപോലെ തന്നെ അതില് കുറച്ച് ഇൻവോൾവ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ്. ക്യാരക്ടർ ഭയങ്കര യങ് ആണല്ലോ. അതെ. അപ്പം യങ് ആണെന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഉള്ള ഒരു പേഴ്സണലി എനിക്ക് റിലേറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി അല്ല. ഒരു മെച്യൂരിറ്റി ലെവലും ആ ഒരു ഭയങ്കര ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഭയങ്കര വേറൊരു തരം. പിന്നെ ആ ഒരു യങ് ആയതിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പൊ എൻ്റെ ഒരു മെച്യൂരിറ്റി ലെവലല്ല. അപ്പോൾ ഞാൻ ആ ഒരു മാക്സിമം എൻ്റെ ഒരു യങ് വേർഷൻ ഞാൻ മനസ്സിലാലോചിച്ചിരുന്നു. പിന്നെ പായൽ തന്നിട്ടുള്ള ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പം അങ്ങനെ തന്നെ വെച്ചത് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ എനിക്കത് ഒട്ടും ഭയങ്കര പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ കൂടി നമ്മൾ ഇതുവരെ ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ട്. ദിവ്യ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഇപ്പൊ അറിയിപ്പാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ? ഇതിലേക്ക് വരുമ്പം അത് ഡിഫറെന്റ് ആണോ? എങ്ങനെയാണ്? ഇതിലോട്ട് വരുമ്പോൾ ഡിഫറെന്റ് ആണ്. കാരണം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബാഗേജ് ഒന്നുമില്ല. ആ ഒരു യങ് ആയിട്ട് കുറച്ച് ചില്ല് ചെയ്ത് കുറച്ച് പ്രേമിച്ചൊക്കെ നടക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതെ. ഏജ് മാറുമ്പോ തന്നെ നമ്മുടെ മെച്യൂരിറ്റി ലെവൽ മാറും. നമ്മൾ കാര്യങ്ങളെ കാണുന്നതും മനസ്സിലാക്കുന്നതും ആ ഒരു സ്പോണ്ടേനിറ്റി ഒക്കെ മാറുമല്ലോ. അപ്പൊ അത് ഈ ക്യാരക്ടറിൽ ഉറപ്പായിട്ടും അതെല്ലാം ഉണ്ട്. ഇപ്പൊ ടോട്ടലി വേറെയാണ്. കനി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഒരു സിനിമയിൽ കൊളാബറേറ്റ് ചെയ്തതായിട്ട് തോന്നിയത്. അപ്പൊ ദിവ്യയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിൽ? എനിക്കും ഒരുപാട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഇതിലുണ്ട്. കൊളാബറേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അറിയിപ്പെല്ലാം ഭയങ്കര കൊളാബറേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇതിൽ കുറച്ചും കൂടെ വേറൊരു തരം പ്രോസസ്സായിരുന്നു. ഇപ്പം കനി പറഞ്ഞിട്ടുണ്ടാവുക വെച്ചാൽ പായല് നമ്മളുടെ അടുത്ത് നിന്ന് എപ്പോഴും സജഷൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, എല്ലാവരുടെ അടുത്തു നിന്നും ഇപ്പോൾ ഒരു സീൻ ഉണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു അഭിപ്രായം ചോദിക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ഭയങ്കര ഇൻക്ലൂസീവ് ആണ്. അപ്പം എല്ലാവർക്കും അപ്പം അങ്ങനെ ചോദിച്ച് എല്ലാവരും ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവുകയാണല്ലോ. ആ സ്പേസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ ഇത് ചോദിക്കാൻ പാടുണ്ടോ, ഇങ്ങനെ ചോദിച്ചാൽ ശരിയാവോ, അങ്ങനത്തെ തോട്ട്സ് വരില്ല. അങ്ങനെ ജഡ്ജ്മെന്റൽ ആവും, അതില്ല. അത് പോയി കഴിയുമ്പോൾ തന്നെ ആസ് ആൻ ആക്ടർ കുറച്ചും കൂടെ ഫ്രീ ആയി. നമ്മളിങ്ങനെ ഇത് ചോദിക്കാൻ പാടുണ്ടോ, ഇത് ചോദിച്ചാൽ ശരിയാണോ എന്നുള്ള തോട്ട്സ് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫ്രീഡം കിട്ടി. അപ്പൊ പായലും ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ഇതിനെ എടുക്കുന്നത്. എല്ലാവരുടെ അടുത്തുനിന്നും എടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഇൻക്ലൂസിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പരിപാടി. അങ്ങനെയായിരുന്നു പായൽ ആസ് എ ഡയറക്ടർ, ആസ് എ പേഴ്സൺ എങ്ങനെയാണ്? പായൽ അടിപൊളിയാണ്. ആസ് എ ഡയറക്ടർ എനിക്ക് തോന്നുന്നു ഇപ്പം 7-8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. അതിനെ പിന്നെയും മിനുക്കിയാണ് ഇപ്പൊ ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് ഇനിയും വർക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ഡയറക്ടറാണ് ഉറപ്പായിട്ടും. ആസ് എ പേഴ്സണും എന്താ പറയാ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. എപ്പോഴും ഭയങ്കര രസമുള്ള ഒരാളാണ്. നിങ്ങളുടെ വർക്ക്ഷോപ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഒരു ഷൂട്ട് ഒരു അറൗണ്ട് ഒരു 40 days ഒക്കെയാണ് ഷൂട്ടെങ്കിൽ, നമ്മൾ ടോട്ടലി ഒരു 8 months ഞാൻ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പും റിഹേഴ്സലും എല്ലാം ആയിട്ട്. അപ്പൊ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്തത്. കാരണം എനിക്കറിയായിരുന്നു ഇത്
ഫെസ്റ്റിവലിലൊക്കെ ഇപ്പൊ കാനിലാണെങ്കിലും അങ്ങനെ ഒരു, കാരണം ഇതിന് മുമ്പ് ഒരു ഹിസ്റ്ററി ഉണ്ട് പായലിന്, കോമ്പറ്റീഷനിലായിരിക്കും എന്ന് അറിഞ്ഞില്ല. നമ്മുടെ എല്ലാ സീൻസും വർക്ക്ഷോപ്പ് ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ സീൻസും നമ്മളത് പണിയെടുത്ത് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പിന്നീട്. അതുകൊണ്ട് അതെന്താ വെച്ചാൽ ഷൂട്ടിന് ചെല്ലുമ്പം ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് അറിയായിരിക്കും. ഇപ്പൊ പായലിന്റെ വീട്ടില് ഫ്ലാറ്റിൽ തന്നെയായിരുന്നു നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്തത്. അപ്പം ഒരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോൾ എനിക്ക് റെയിൽവേ സ്റ്റേഷനാണ്, ഹോസ്പിറ്റലാണ്, കിച്ചണാണ്, എന്റെ ക്യാരക്ടർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ അവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പം ആ ഒരു ക്യാരക്ടറിന്റെ ഇപ്പം താമസിക്കുന്ന വീട്ടില് എങ്ങനെയാണ് കയറി ചെല്ലുമ്പോ തന്നെ എന്താ പറയാ, കിച്ചൺ എവിടെയാണ്, ബെഡ്റൂം എവിടെയാണ്, എത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കും, അത്രയും തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പൊ അതിനകത്തുള്ള സീൻസ് വർക്ക്ഷോപ്പ് ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ പറ്റുന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ വർക്ക് ചെയ്ത സിനിമകളിൽ നിന്ന് ഇത് ഡിഫറെന്റ് ആവുന്നത് ഈ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണോ, അതോ അറിയിപ്പിലും ഫാമിലിയിലും ഒക്കെ ആ ഒരു അതിന് വേണ്ടി നമ്മളൊരു അഭിനയിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന പണി ചിലപ്പോൾ നമ്മളിപ്പം സ്ക്രിപ്റ്റ് തരുന്ന അനുസരിച്ചിട്ട് ഷൂട്ടിന്റെ ഡേറ്റും ഇതും തമ്മിൽ നമ്മൾ വീട്ടിലിരുന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഒരു ഡിസ്കഷനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഡയറക്ടറിനായിട്ട് വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കും. ഇതെന്ന് വെച്ചാൽ ഡയറക്ടറും കൂടെ ഇൻവോൾവ് ആണ്. ഷൂട്ടിൽ പായൽ എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നോ അതുപോലെ തന്നെ ഇൻവോൾവ് ആണ് വർക്ക്ഷോപ്പിലും. അപ്പൊ എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ. ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ സൗണ്ട്, ഞാൻ എന്റെ സൗണ്ട് കുറച്ച് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ തന്നെയാണ് സിംഗ് സൗണ്ട് ആണ്, എന്നാൽ ആ ഒരു യങ് ആയതുകൊണ്ട് കുറച്ചൊരു ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതിനും റെഫറൻസ് ഉണ്ട്. നമുക്ക് പറയും ഇങ്ങനെയാണ്. അപ്പം എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയാണ് വർക്ക് ചെയ്തത്. ഇപ്പം അറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ നോക്കുമ്പോൾ അതിലെ ക്യാരക്ടർ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ക്യാരക്ടർ കേട്ട സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിലൂടെ പോയിട്ടില്ലല്ലോ. അപ്പം അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു വൺ ലൈൻ മഹേഷിന്റെ അടുത്ത് പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് തന്നു, സ്ക്രിപ്റ്റ് വായിച്ചു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് ചെയ്യാൻ. കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ നമുക്ക് ഇത്രയും നാളായിട്ട് നമുക്കൊരു ഒരു നല്ലൊരു കഥാപാത്രം കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ ആസ് ആൻ ആക്ടർ, നമുക്ക് പുതിയത് ചെയ്യാൻ. അപ്പൊ അത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇത് ചെയ്യാനുള്ള ഒരു പ്ലസ് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരു ഫുൾ മൂവി ഷോൾഡർ ചെയ്യുന്നത്. അറിയിപ്പിലാണ് ഒരു ലീഡ് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എപ്പോഴും ഉണ്ട്. ഏതൊരു ഇപ്പൊ പായലിന്റെ ആണെങ്കിലും ഏത് മൂവി ചെയ്യുമ്പോഴും എനിക്ക് ഒരു എന്നുവെച്ചാൽ അതൊരു ട്രാക്കിലാവുന്നിടം വരെ നമുക്ക് എല്ലാം ആ ക്യാരക്ടറിനെ കുറിച്ച് എല്ലാം മനസ്സിലാവുന്നിടം വരെ ഒരു ടെൻഷനാണ്. ഈ ചോദിച്ച പോലെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ട്. ഇപ്പം സ്ക്രിപ്റ്റ് തന്നപ്പോഴാണെങ്കിലും മഹേഷ് ആണെങ്കിലും ഇങ്ങോട്ട് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആണെങ്കിലും അങ്ങനെ വർക്ക് ചെയ്യുന്ന ആള് തന്നെയാണ് മഹേഷ്. അപ്പം എനിക്ക് അങ്ങനെ ഇപ്പൊ മഹേഷും പായലും ഒക്കെ ഈ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് വൈസ് ഭയങ്കര വേറെ എക്സ്ട്രീം ആണെങ്കിലും ഇതിനോടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടല്ലോ, ഒരു സിനിമ എടുക്കുന്നതിന് മുമ്പുള്ള ഡെഡിക്കേഷൻ, ആ ഒരു ഇന്റൻഷൻ, അതിനൊക്കെ എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിനൊരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നതും ആ ക്യാരക്ടറിനെ പഠിക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? തുടക്കത്തിലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ വരുമ്പോ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തൊക്കെ ആലോചിക്കണം അതറിയണമല്ലോ ഒരാൾക്ക്. പിന്നെ പതുക്കെ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്ത് പിന്നീട് ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഞാൻ കാണുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ വർക്ക്ഷോപ്പിനൊക്കെ പോയി, പിന്നെ എന്താ പറയാ അക്കാദമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അങ്ങനെയുള്ള ഡിസ്കഷനിലൊക്കെ ഇരുന്ന് അങ്ങനെയാണ് ഞാൻ. അപ്പം എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിവുള്ളവരടുത്ത് ചോദിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ അതൊരു ക്ലാരിറ്റി ക്രാഫ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അറിയിപ്പ് എനിക്ക് ശരിക്കും ആ ഒരു ക്ലാരിറ്റി തന്ന ഒരു സിനിമയാണ്. അതായത് ഒരു കഥാപാത്രം വരുമ്പോൾ എന്തൊക്കെ ആലോചിക്കണം എന്നുള്ളത്. കാരണം അതിനൊരു സർട്ടൻ പീരീഡ് എനിക്ക് കിട്ടി. ഒരു കുറച്ചു നാൾ മുമ്പേ സ്ക്രിപ്റ്റ് കിട്ടി. പിന്നെ എന്റെ തലയിലാണല്ലോ ഈ കഥാപാത്രം, ഈ സിനിമ മുഴുവൻ ഞാൻ മോശമാക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ വരുമ്പോഴാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഇത് ഇപ്പൊ മഹേഷ് തന്ന രശ്മി എന്ന് പറഞ്ഞ കഥാപാത്രത്തിലോട്ട് ഞാൻ എത്തണമെങ്കിൽ എത്രത്തോളം ഞാൻ ആലോചിക്കണം, എത്രത്തോളം ഞാൻ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു
തോട്ട് വന്നിട്ട് പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാൻ തുടങ്ങി. എവിടുന്നായി ശ്രീ വരുന്നത്, ഇവരുടെ ഇൻകം എത്രയായിരിക്കും, അങ്ങനെ അങ്ങനെ ബേസിക് തൊട്ട് എല്ലാം ഞാൻ ചോദിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ പായലിന്റെയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇതിങ്ങനെ കൂടി കൂടി വരുമായിരിക്കും ഓരോന്ന് ചെയ്യുമ്പോൾ. കോമഡി ചെയ്തിട്ടുള്ളത് നാടകത്തിലാണല്ലോ. സിനിമയിൽ അങ്ങനെ ആഗ്രഹമുണ്ടോ ചെയ്യാൻ? എനിക്ക് ആഗ്രഹമുണ്ട് സിനിമയിൽ ചെയ്യണം. എന്റെ അടുത്ത് എന്നെ അറിയുന്ന ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ കോമഡി ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ നാടകത്തിൽ ചെയ്തിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു, നമുക്ക് ലൈവായിട്ട് ചിരികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. അതങ്ങനെ അങ്ങനെ ചുമ്മാ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. എവിടെയെങ്കിലും ഇനി ഞാനൊരു സിനിമ ചെയ്ത് അത് ആൾക്കാർക്ക് കൺവിൻസ്ഡ് ആയാലായിരിക്കാം ചിലപ്പം കോമഡിക്ക് തന്നെ ആലോചിക്കുള്ളായിരിക്കും. ഈ സിനിമകൾ വരുന്നത് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ? അങ്ങനെ ഒരു പ്രോസസ്? അങ്ങനെ ഒരുപാട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ വരുന്നില്ല. എന്നാലും ഒഴിവാക്കിയ സിനിമകളുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. അതിനിപ്പം ഞാൻ എത്ര ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആണെങ്കിലും ഭയങ്കര അൺസർട്ടനിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ചിലപ്പോൾ ഞാൻ ചിലത് ശരിക്കും അതിന് കൃത്യമായിട്ടുള്ള റീസൺസ് കൊണ്ട് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞാൽ ഒരുപാടൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വന്നത് മിക്കതും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ചെയ്തതൊക്കെ ഇങ്ങനെ ഓഡീഷൻ ത്രൂ ആണ് പലതും ചെയ്തിട്ടുള്ളത്. ഫാമിലി മൂവി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. അതിലെ പിന്നെ ഫോട്ടോ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ അതിന് വിറ്റ്നസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണല്ലോ ദിവ്യയുടെ. അപ്പം ആ ഒരു എൻറ്റയർ ക്യാരക്ടറിന്റെ ഇതും ആ സിനിമ മൊത്തത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ? അതെനിക്ക് 2 ദിവസം മുമ്പെയാണ് ആ കഥാപാത്രം വരുന്നത്. ഡോൺ അതിൽ അഭിനയിക്കേണ്ട ഒരു ആക്ട്രസ് മാറി പെട്ടെന്ന്. അപ്പൊ അങ്ങനെയാണ് എന്നിലോട്ട് വരുന്നത്. അപ്പൊ ഡോണിന്റെ പടങ്ങൾ ഞാൻ ഇങ്ങനെ 1956 സന്തോഷത്തിന്റെ 1-ാം ദിവസം ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഡോണിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് നമുക്കിങ്ങനെ പല ഡയറക്ടേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്യണം തോന്നും. അതിലൊരാളാ ഒരു ഡയറക്ടറാണ്, ഫിലിം മേക്കറാണ് ഡോൺ. അപ്പൊ ഡോൺ ഇങ്ങനെ എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചു. പിന്നെ അന്ന് അതിന്റെ പിറ്റേ ദിവസം തന്നെ നേരിട്ട് കണ്ടു. കാരണം ഷൂട്ട് ഉടനെ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഈ കഥാപാത്രം എന്തോ ചെയ്യാനുണ്ട് എന്ന് തോന്നി എനിക്ക്. അപ്പൊ ഞാനത് എസ് പറഞ്ഞു. പിന്നെ ഡോണും കൃത്യമായിട്ടുള്ള ഒരു എന്താണ് കഥാപാത്രം അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. 2 ദിവസം അവിടെ പോയിട്ട് ഒരു ചെറിയൊരു റിഹേഴ്സൽ പോലെയൊക്കെ നടന്നു. അങ്ങനെ അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അധികം സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും വേറെ തന്നെ ഏതോ ഒരു സ്ത്രീ, എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ത്രീയാണ് അവര്. അപ്പൊ എനിക്ക് ഭയങ്കര അത് ചെയ്യണം എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ചെയ്തതാണത്. നിങ്ങൾ കാനിലായിരുന്ന സമയത്ത് ഇവിടെ സോഷ്യൽ മീഡിയയിലും മീഡിയ ഒക്കെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയായിരുന്നു? അപ്പൊ അതിന് ഉത്തരം വന്നത് കാനിലാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ എന്നായിരുന്നു. ഞാനത് കണ്ടിട്ട് കൊള്ളാലോ. പൊതുവെ മലയാളത്തില് ഭയങ്കര കാമ്പുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ, അതോ ഒരു മിതത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്നാണോ തോന്നുന്നത്? ഓരോ കാലഘട്ടം പോലെ എനിക്ക് തോന്നിയിട്ടുള്ള. ഇപ്പം 90s എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കാമ്പുള്ള കഥാപാത്രങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് 2000s ഒക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട് ആ സമയത്തെ സിനിമ. പിന്നെയും തിരിച്ചു വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ വന്നും പോയിട്ടായിരിക്കും. പക്ഷെ ഇപ്പം ഉണ്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കഥാപാത്രം വരുന്നുണ്ട്, ഇനിയും വരുമായിരിക്കും. ഞാൻ ഭയങ്കര ഹോപ്പുള്ള ആളാണ്. ഫുള്ളി അത് എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കുമായിരിക്കും. വരുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഒക്കെ കാണുമ്പോൾ. പാർവതി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറഞ്ഞ ടേം മലയാള സിനിമ മേഖലയിൽ സിനിമ പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഒരു വിരക്തി പരിപാടിയാണ് എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം ഉള്ളത്? അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ജെൻഡർ പറയണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. അതായത് അങ്ങനെ മെയിൽ ഓറിയന്റഡ് എന്ന് ആരും പറയുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്തിനാ പിന്നെ ഇത് പറയുന്നത്? അല്ല, അതായത് ഫീമെയിൽ ലീഡ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരു വേണോ എന്നുള്ളൊരു സെക്കൻഡ് തോട്ട് വരുന്ന പോലെയാണ്. അത് ചിലപ്പോൾ മാറുമായിരിക്കും തോന്നുന്നു. അതായത് ഇനി സ്ത്രീ കഥാപാത്രങ്ങളായിക്കോട്ടെ, ഇനി ഒരു എന്റർടൈൻമെന്റ് പടം പോലെ ഒരു കൊമേഴ്സ്യലി വന്നു കഴിഞ്ഞ് അത് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് മാറുമായിരിക്കും തോന്നുന്നു എനിക്ക്. പക്ഷെ അത് വരണം, സംഭവിക്കണം. ഒരു സ്ത്രീ ലീഡായിട്ടുള്ള. അതെ. പിന്നെ അങ്ങനെ കുറെ നാളുകളായിട്ട് അങ്ങനെ സംഭവിക്കാണ്ടിരുന്നിട്ട് പിന്നീട് സ്ത്രീ കഥാപാത്രങ്ങൾ മെയിൻ ആയിട്ട് സിനിമകളിൽ വരുമ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന ടേം ആയിരിക്കും അത്. അപ്പൊ അതിനെ എനിക്ക് എല്ലാവർക്കും ഇത്രയും കറക്റ്റായിട്ട് ചിലപ്പോൾ ആലോചിക്കാതെ പറയുന്നതും ആയിരിക്കാം. അവരത് എന്ന് വെച്ചാൽ സ്ത്രീകളാണ് ഇതിൽ മെയിൻ ആയിട്ട് കഥാപാത്രമായിട്ട് വരുന്നത് എന്ന് പറയുന്നതിന് അവർ ഉപയോഗിക്കുന്ന ടേം ആയിരിക്കാം ഫീമെയിൽ ഓറിയന്റഡ് എന്ന്. അപ്പം
അത് കേൾക്കുമ്പോൾ എനിക്ക് അത്ര ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുന്നത് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഈ രീതിയിൽ മനസ്സിലാക്കാനും ശ്രമിക്കും. ഇപ്പം ആവേശം, മഞ്ഞുമൽ ബോയ്സ് ഈ 2 സിനിമയാണ് സ്ത്രീകളില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിമർശനം കേൾക്കുന്നത്. അപ്പൊ അത്തരം സിനിമകൾ സ്ത്രീകളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇപ്പൊ ആണുങ്ങളുടെ കഥ പറയുന്ന സിനിമകളിൽ സ്ത്രീകളും കൂടി വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോ 4 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സിനിമയില് ആണുങ്ങളില്ല, മഞ്ഞുമൽ ബോയ്സ് അല്ലേ, അതിന് സ്ത്രീകൾ, അത് അവരുടെ കഥയല്ലേ, ശരിക്കും റിയൽ ഇൻസിഡന്റ് ആണല്ലോ. അപ്പം അങ്ങനെയൊന്നും എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല. ആവേശമൊക്കെ ഞാൻ മഞ്ഞുമലാണെങ്കിലും ആവേശമൊക്കെ ഞാൻ ശരിക്കും മറ്റേ രംഗണ്ണൻ വൈബിലിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ തോട്ട്സ് ഒന്നും പോകുന്നില്ല. ഞാൻ ആ പടം ശരിക്കും എൻജോയ് ചെയ്ത് ഫാസിലിന്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയെങ്കിലും ആലോചിച്ച്, അതുപോലെ ഈ ഡയറക്ടേഴ്സിന്റെ ഒക്കെ കൂടെ അഭിനയിക്കണം, അല്ല വർക്ക് ചെയ്യണം ഇവരുടെയൊക്കെ സിനിമകളൊന്നും. പക്ഷെ വരുമായിരിക്കും, ഇവരും ആലോചിക്കുമായിരിക്കും ഉറപ്പായിട്ടും. പിന്നെ പുതിയ പ്രോജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? പുതിയത് ഉറപ്പായിട്ടും അനൗൺസ് ചെയ്യും. പിന്നെ ഞാൻ കഥ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, സ്ക്രിപ്റ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഉറപ്പായിട്ടും കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മലയാളത്തില് ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞ ആരെ പറയും? ഒരു ആക്ട്രസ് ആണോ? ഉർവശി ചേച്ചി. എല്ലാരും പറയുന്നു അത്. ഉർവശി ചേച്ചി എനിക്ക് ഭയങ്കര, KPC ലളിത, ഫിലോമിന, മീന, കൊറേ ഒരാളുടെ പേര് പറയാൻ പറ്റില്ലല്ലോ. സോ മൊത്തത്തിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ മൊത്തം ലൈറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ, ഇനി ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.